ഹോർമുസിലെ US ഉപരോധത്തെ പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് നാറ്റോ. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ച പരാജയപ്പെട്ടെങ്കിലും വീണ്ടും ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അറിയിച്ചു. നയതന്ത്ര ഇടപെടലുകൾ സാധ്യമാക്കണമെന്ന ആവശ്യം റഷ്യയും ചൈനയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം 7:30 ഹോർമുസിൽ ഉപരോധം നടപ്പിൽ വന്നത്. ഉപരോധം നിലനിൽക്കുന്നുണ്ടെങ്കിലും തുടർ ചർച്ചകൾ സാധ്യമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചു. നേരത്തെ ട്രംപിന്റെ അന്ത്യശാസനം നടപ്പിൽ വന്നതിന് പിന്നാലെ സമാന നിലപാട് JD വാൻസ് അറിയിച്ചിരുന്നു. പന്ത് ഇപ്പോൾ ഇറാന്റെ കോർട്ടിലാണെന്നും JD വാൻസ് ആവർത്തിക്കുന്നുണ്ട്. ഹോർമുസ് ഉപരോധത്തെ പിന്തുണയ്ക്കില്ലെന്ന് നാറ്റോ രാജ്യങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞു. സ്വതന്ത്ര കപ്പലോട്ടം ഉറപ്പാക്കണമെന്ന നിലപാടാണ് നാറ്റോ മുന്നോട്ട് വയ്ക്കുന്നത്. സമാന നിലപാടിൽ തന്നെയാണ് യൂറോപ്യൻ യൂണിയനും. ഈ സാഹചര്യത്തിൽ ഹോർമുസ് വിഷയത്തിൽ നയതന്ത്ര ഇടപെടലുകൾ അനിവാര്യമെന്ന് റഷ്യയും ചൈനയും അറിയിക്കുന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലെവറോവ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായി ടെലഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലാറ്റിയും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഇറാന് ചുങ്കം നൽകി ഹോർമുസിലൂടെ കപ്പൽ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് അമേരിക്കയുടേത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.